Hello everyone. What will be the treatment of bonus shares issued by the subsidiary company while preparing the consolidated financial statements? That is what we are going to learn in this video. Issue of bonus shares by the subsidiary company will definitely increase the number of shares held by the holding company as well as minority shareholders. സബ്സിഡറി കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയും അതോടൊപ്പം മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാവാം. അപ്പോൾ സബ്സിഡറി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്താൽ ഡെഫിനറ്റ്ലി ആ ബോണസ് ഷെയർസ് ആർക്കായിരിക്കും കിട്ടുന്നത്? ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും. സോ സബ്സിഡറി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഷെയർസും ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഇനി സബ്സിഡറി കമ്പനി എങ്ങനെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? ഏത് റിസർവ് യൂസ് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് സബ്സിഡറി കമ്പനി മേ ബി ഇഷ്യൂഡ് ദീസ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് pre-acquisition profits or reserves or from post-acquisition profits or reserves. They can either use pre-acquisition profits or reserves or they can use post-acquisition profits or reserves. So, issue of bonus shares, sometimes it may affect or sometimes it may not affect the cost of control, which depends upon whether these bonus shares are issued out of capital profit or revenue profit. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ ക്യാപിറ്റൽ റിസർവ്സ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സിനെ നമ്മൾ റവന്യൂ പ്രോഫിറ്റ്സ് ഓർ റവന്യൂ റിസർവ്സ് ആണെന്ന് പറയുന്നു, അല്ലേ? സോ ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സിൽ നിന്നാണോ റവന്യൂ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സിൽ നിന്നാണോ അതനുസരിച്ചിരിക്കും കോസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ ബോണസ് ഷെയർസ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണോ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണോ ഇഷ്യൂ ചെയ്യുന്നത്, അതനുസരിച്ചാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, so issue of bonus shares may or may not affect the cost of control, depends upon whether such bonus shares are issued out of capital profits or revenue profits. So issue of bonus shares treatment രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ്. Issue of bonus shares out of pre-acquisition profits by the subsidiary company. Subsidiary company bonus share issue ചെയ്യുന്നു. അത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഏത് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഏത് റിസർവ് ആണ് യൂസ് ചെയ്യുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ ക്യാപിറ്റൽ റിസർവ്സ് എന്നാണ് പറയുന്നത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ it will have no effect on the consolidated ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അതിന് യാതൊരു തരത്തിലും ഇഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ ആരൊക്കെ അവകാശികളുണ്ട്? ഹോൾഡിംഗ് കമ്പനിയും മൈനോറിറ്റീസും ഉണ്ട് അവകാശികൾ. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓൾറെഡി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി എന്തുണ്ടോ അത് ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും കിട്ടുന്നു. സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേഷനിൽ ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം ആസ് ഇറ്റ് വാസ് ബിഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും എങ്ങനെയാണോ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിച്ച് റിമെയിൻസ് ദ സെയിം എമൗണ്ട് തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് കൺട്രോൾ നമുക്ക് കിട്ടുന്നത്. നമുക്കത് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇത്രയും മനസ്സിലാക്കുക. സബ്സിഡറി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് നോ ഇഫക്റ്റ് ഓൺ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ബിക്കോസ് cost of control or goodwill remain the same as it was before the issue of bonus shares. bonus share issue ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ എന്താണോ കോസ്റ്റ് ഓഫ് കൺട്രോൾ എമൗണ്ട് കിട്ടുന്നത് ആ സെയിം തന്നെ ആയിരിക്കും ബോണസ് ഷെയർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്താലും കിട്ടുന്നത്. കാരണം ഹോൾഡിംഗ് കമ്പനിക്ക്
ഒന്നുകിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ പ്രപ്പോർഷൻ കൂടി നിൽക്കും, അല്ലെങ്കിൽ ബോണസ് ഷെയർ കിട്ടും. ഈ ബോണസ് ഷെയറും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. Balance sheet of A Limited and B Limited on 31st March 2021 were as follows. Share capital rupees 100 each. A Limited 30 lakh, B Limited 10 lakh. Reserves and surplus la General Reserve 3 lakh and 50,000 for B Limited. Capital Reserve B ki maatrame ullu 5 lakh 50,000. Surplus account 3 lakh 82,000 for A Limited and B Limited 1 lakh 80,000. Then loan from B Limited. A Limitedൽ 21,000 ഉണ്ട്. അതായത് മ്യൂച്വൽ ട്രാൻസാക്ഷൻസ്, മ്യൂച്വൽ ഓവിങ് ഉണ്ട്. A Limited ഒരു 21,000 rupees ലോൺ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? B Limitedൽ നിന്നാണ്. സോ സ്റ്റെപ്പ് നമ്പർ 7 മ്യൂച്വൽ ഓവിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിൽ ഈ ലോൺ വരും. ബിൽസ് പേയബിൾ ഇൻക്ലൂഡിംഗ് rupees 5,000 to A Limited. A Limitedന് ഒരു 5,000ന്റെ ഒരു എമൗണ്ട് വരുന്നുണ്ട്. ആ എമൗണ്ട് എവിടെ നിന്നാണ്? B Limitedൽ. സോ B Limitedലെ എമൗണ്ടിൽ പറഞ്ഞിട്ടുള്ള 17,000ൽ 5,000 ആർക്കുള്ളതാണ്? A Limitedനുള്ളതാണ്. സോ അതിലും എന്ത് വരും? മ്യൂച്വൽ ഓവിങ് അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 7ൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിൽ അത് വരും. ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല, അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 7ൽ 2 ഐറ്റം വരുന്നുണ്ട്. ലോൺ ഫ്രം ബി, ദെൻ ബിൽസ് പേയബിൾ. ബിൽസ് പേയബിളിൽ മ്യൂച്വൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ബിൽസ് റിസീവബിളിലും ഉണ്ടാവും മ്യൂച്വൽ ട്രാൻസാക്ഷൻ. സോ രണ്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. ക്രെഡിറ്റേഴ്സ് 1,79,000, ബി ലിമിറ്റഡ് 70,000. സോ ഷെയർ ക്യാപിറ്റൽ 100 rupees ഈച്ച് ഷെയർസ് ആണുള്ളത്. 30 lakh എ ലിമിറ്റഡിനും ബിക്ക് 10 lakh rupees ആണുള്ളത്. അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബി ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് 17 lakh. 17 lakh rupees ആണ് എ ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ഷെയർസ് ആണ് നമുക്കറിയില്ല. 17 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് എ ലിമിറ്റഡ് ഇസ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ബി ലിമിറ്റഡ് ഇസ് ദ സബ്സിഡിയറി കമ്പനി. ദെൻ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഉണ്ട്. ദെൻ ലോൺ ടു എ ലിമിറ്റഡ്. നേരത്തെ നമ്മൾ ലോൺ ഫ്രം ബി എന്ന് പറഞ്ഞു. എ ലിമിറ്റഡ് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബി ആയിരിക്കുമല്ലോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിയുടെ അസറ്റ് സൈഡിൽ അത് കാണുമല്ലോ. സോ ദാറ്റ് ഈസ് ലോൺ ടു എ ലിമിറ്റഡ്. ബി ലിമിറ്റഡിൽ 20,000. നമുക്ക് നോക്കാം. ലോൺ ഫ്രം ബി ലിമിറ്റഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ എ ലിമിറ്റഡിൽ കാണിച്ചിരിക്കുന്നത് 21,000 കൊടുക്കാനുണ്ടെന്നും അതേപോലെ 20,000 കിട്ടാനുള്ളൂ എന്നാണ് ബി ലിമിറ്റഡ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഒരു ഡിഫറൻസ് ഒരു 1,000 rupees നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ. ദെൻ ബിൽസ് റിസീവബിൾ ഇൻക്ലൂഡിംഗ് rupees 5,000 ഫ്രം ബി ലിമിറ്റഡ്. നമ്മൾ ലയബിലിറ്റി പറഞ്ഞപ്പോൾ അവിടെ ബിൽസ് പേയബിളിൽ ഒരു 5,000 ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി ബിൽസ് റിസീവബിളിലും എന്തുണ്ടാവും? ഒരു 5,000 മ്യൂച്വൽ ഓവിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നർത്ഥം. സോ എ ലിമിറ്റഡിൽ 12,000ൽ 5,000 ബി ലിമിറ്റഡിൽ നിന്നാണ് കിട്ടാനുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഡെറ്റേഴ്സ്, ദെൻ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ടോട്ടൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ഒരു എ ലിമിറ്റഡിന് ഒരു 6,000 ഉണ്ട്. ഇത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ എഴുതണം കണ്ടിൻജന്റ് ലയബിലിറ്റി. എ ലിമിറ്റഡിനെയാണ്. എ ലിമിറ്റഡ് അക്വയർഡ് 8,000 shares of rupees 100 each in B Limited on 30th September 2020. So A Limited 8,000 shares ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കറിയാം അവിടെ ക്യാപിറ്റൽ എ ലിമിറ്റഡിന്റെ ക്യാപിറ്റൽ 30 lakhും ബി ലിമിറ്റഡിന്റെ ക്യാപിറ്റൽ 10 lakhും ആണ്. സോ ബി ലിമിറ്റഡിന്റെ 10 lakhിൽ അതായത് 10 lakh എന്ന് പറഞ്ഞാൽ 10,000 ഷെയർസ് അല്ലേ? 100 rupees ഈച്ച് ആണ് ഒരു ഷെയറിന്. സോ 100 rupees എന്ന് പറഞ്ഞാൽ അവിടെ 10,000 ഷെയർസ് ആണുള്ളത്. ആ 10,000 ഷെയർസിൽ 8,000 ആര് അക്വയർ ചെയ്തു? എ ലിമിറ്റഡ് അക്വയർ ചെയ്തു. ദാറ്റ് മീൻസ് 2,000 ഷെയർസ് ആരുടെയാണ്? മൈനോറിറ്റീസിന്റെ. സോ 8,000 is to 2,000, 8 is to 2. ദാറ്റ് ഇസ് 4 is to 1 ആണ് റേഷ്യോ ഹോൾഡിങ്ങിന്റെയും മൈനോറിറ്റീസിന്റെയും സബ്സിഡിയറി കമ്പനിയുടെ ഷെയറിൽ. അത് വാങ്ങിയത് 30th സെപ്റ്റംബറിലാണ്. അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസം പ്രീ അക്വിസിഷൻ പീരീഡും ബാക്കി ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ പോസ്റ്റ് അക്വിസിഷൻ പീരീഡുമാണ്. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ.
B Limited made a bonus issue on 31st March 2021 for 1 share for every 2 shares held, reducing capital reserve equivalently, but the accounting effect to this has not been given in the above balance sheet. B Limited, subsidiary company, ഒരു ബോണസ് ഇഷ്യൂ നടത്തി. എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? ഏത് ദിവസമാണ് നടത്തിയിരിക്കുന്നത്? 31st മാർച്ച്. എങ്ങനെ കൊടുത്തു? ഓരോ ഷെയറിന് 2 ഷെയർ വെച്ചിട്ട്. അപ്പോ ആകെ 10,000 ഷെയർസ് ആണ് സബ്സിഡറി കമ്പനിക്കുള്ളത്. 10,000 ഷെയർസിൽ ഓരോ ഷെയറിന് അവര് എന്ത് കൊടുക്കുന്നു? ഓരോ ഷെയറിനല്ല, ഓരോ 2 ഷെയറിന്. ഫോർ എവറി 2 ഷെയർ അവർ 1 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 10,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 അല്ലേ? ഓരോ 2 ഷെയറിനും 1 ഷെയർ. ദാറ്റ് ഈസ് 10,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അതായത് 5,000 ഷെയർസ് ആണ് ബോണസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഒരു ഷെയറിന് 100 റുപ്പീസ് അല്ലേ? 5 lakh റുപ്പീസ് ആർക്ക് വേണം? ബി ലിമിറ്റഡിന് വേണം. എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? റെഡ്യൂസിങ് ക്യാപിറ്റൽ റിസർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ റിസർവ് റെഡ്യൂസ് ചെയ്തപ്പോ ആ അക്കൗണ്ടിങ് ഇഫക്റ്റ് നമ്മൾ മുന്നേ കണ്ട ബാലൻസ് ഷീറ്റിൽ, മുന്നേ പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ അതിന്റെ ഇഫക്റ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നു. സോ ക്യാപിറ്റൽ റിസർവില് ബി ലിമിറ്റഡിന് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കാം. ക്യാപിറ്റൽ റിസർവില് ബി ലിമിറ്റഡിന് 5,50,000 റുപ്പീസ് ഉണ്ട്. ബോണസ് ഷെയർ ഇതിൽ നിന്ന് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര രൂപ വേണം? 5 lakh റുപ്പീസ് വേണം. ആ 5 lakh എന്നതിന്റെ അക്കൗണ്ടിങ് ഇഫക്റ്റ് ഇവിടെ വരാത്തത് കൊണ്ടാണ് ഈ 5,50,000 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ക്യാപിറ്റൽ റിസർവിൽ കാണിച്ചിട്ടുള്ള 5,50,000 നിന്ന് 5 lakh റുപ്പീസ് എന്ത് ചെയ്യണം? ബോണസ് ഇഷ്യൂ ചെയ്യാൻ എടുക്കണം. ബാക്കി 50,000 മാത്രമാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. ഓർത്തിരിക്കാം. Interest receivable for the year ₹1,000 in respect of loan due by A Limited to B Limited has not been credited in the books of B Limited. Interest receivable ഒരു 1,000 റുപ്പീസ് ഉണ്ട്. ലോൺ ഡ്യൂ ബൈ എ നമ്മൾ കണ്ടു. എക്ക് 21,000 റുപ്പീസ് കൊടുക്കാനുണ്ടെന്നും ബിക്ക് ആണെങ്കിലോ 20,000 കിട്ടാനുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഒരു 1,000 റുപ്പീസിന്റെ ഒരു ഡ്യൂ ഉണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. ആ 1,000 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്. അത് ബി ലിമിറ്റഡ് ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. സോ ഇപ്പോ ഉള്ള പ്രോഫിറ്റിന്റെ കൂടെ, ഇപ്പൊ എത്രയുണ്ട് പ്രോഫിറ്റ്? ആ പ്രോഫിറ്റിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂടി ചാർജ് ചെയ്യണ്ടേ? അതായത് അവരുടെ സർപ്ലസിന്റെ കൂടെ ഈ 1,000 റുപ്പീസ് കൂടെ ആഡ് ചെയ്യണം. അത് ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി ബി. സോ സബ്സിഡറി കമ്പനിയുടെ സർപ്ലസിന്റെ കൂടെ ഈ 1,000 ആഡ് ചെയ്യുമ്പോൾ അവർക്ക് 1,000 റുപ്പീസ് കൂടി നിൽക്കും പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത്. Credit balance in surplus account of B Limited as on 1st April 2020 was ₹21,000. സർപ്ലസ് അക്കൗണ്ട് ബി ലിമിറ്റഡിന്റെ സർപ്ലസ് അക്കൗണ്ടിൽ 1st April എത്ര എമൗണ്ട് ഉണ്ട്? 21,000 ആണെന്നും പറയുന്നുണ്ട്. The directors decided on the date of acquisition that the fixed assets of B Limited were overvalued and should be written down by ₹50,000. സോ ഡയറക്ടേഴ്സ് അത് റീവാല്യൂ ചെയ്തു. അസറ്റ്സ് ആ സമയത്ത് ഒരു 50,000 റുപ്പീസ് റൈറ്റ് ഡൗൺ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അതായത് അത് ഓവർ വാല്യൂ ആക്കി വെച്ചിരിക്കുന്നു. സോ 50,000 റുപ്പീസിന് റിട്ടേൺ ഡൗൺ ചെയ്യണം. ദാറ്റ് ഈസ് 50,000 നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം, റൈറ്റ് ഡൗൺ ചെയ്യണം. കോൺസിക്വൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ ഡിപ്രിസിയേഷൻ ഇസ് ടു ബി ഇഗ്നോർഡ്. അപ്പൊ ഡിപ്രിസിയേഷൻ ഇല്ല എന്ന് പറയുന്നു. ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ 50,000 ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കുറയ്ക്കുവാണ്. കുറയ്ക്കുന്ന എമൗണ്ടിന്റെ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ആണ്. എന്തിന്റെ കൂടെ? റവന്യൂ പ്രോഫിറ്റിന്. കാരണം ഇവിടെ എമൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്, റീവാലുവേഷനിലെ എമൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്. കുറഞ്ഞ എമൗണ്ടിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ റവന്യൂ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഡിപ്രിസിയേഷൻ ഇഗ്നോർ ചെയ്യാൻ. സോ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട. സോ ക്വസ്റ്റ്യനിൽ ഇത്രയാണ്. സബ്സിഡറി കമ്പനി ബി ലിമിറ്റഡ് ആണ്, 10 lakh റുപ്പീസ് ആണ്. 10 lakhൽ 8 lakh റുപ്പീസ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിന്റെയാണ്. ബാക്കി 2 lakh റുപ്പീസ് മൈനോറിറ്റീസിന്റെയാണ്. ഈ 8 lakh റുപ്പീസിന്റെ ഷെയർ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 17 lakh റുപ്പീസ് ആണ്. എ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബി ലിമിറ്റഡ് കണ്ടോ, 17 lakh ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലോണിൽ ഇവർക്ക് മ്യൂച്വൽ ട്രാൻസാക്ഷൻ ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ ബിൽസ് പേയബിളും ഉണ്ട്. കൂടാതെ ഒരു 1,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ബി ലിമിറ്റഡ് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. സോ ലോൺ ടു എ ലിമിറ്റഡിൽ 21,000 വരാനുണ്ട്. 1,000 റുപ്പീസ് സർപ്ലസ് അക്കൗണ്ടിലേക്ക് കാണിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത്.
നമുക്ക് ചെയ്തു നോക്കാം. സോ എച്ച് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി, സോറി എ ലിമിറ്റഡ് ആണ് കേട്ടോ. എ ലിമിറ്റഡ് ആണ് ഹോൾഡിംഗ് കമ്പനി, ബി ലിമിറ്റഡ് ആണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഡേറ്റ് ഓഫ് അക്വിസിഷൻ 30/9/2020. ദാറ്റ് മീൻസ് ഏപ്രിൽ ടു സെപ്റ്റംബർ 6 months എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പീരീഡ് ആണ്. ഒക്ടോബർ ടു മാർച്ച് എന്ന് പറയുന്നത് 6 months പോസ്റ്റ് അക്വിസിഷൻ പീരീഡും ആണ്. സ്റ്റെപ്പ് നമ്പർ 2 അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഹോൾഡിംഗ് കമ്പനിക്ക് 8,000 ഷെയർസ്, അതായത് 8 lakh rupees. മൈനോറിറ്റീസിന് 2,000 ഷെയർസ്, അതായത് 2 lakh rupees. 8 lakh നമുക്ക് സ്റ്റെപ്പ് നമ്പർ 6 എടുക്കാനുണ്ട് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ. മൈനോറിറ്റീസിന്റെ 2 lakh എന്ന് പറയുന്നത് 5th സ്റ്റെപ്പ്, അതായത് മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ എടുക്കണം. റേഷ്യോ എന്ന് പറയുന്നത് 8,000:2 lakh അല്ലെങ്കിൽ 8 lakh:2 lakh. ദാറ്റ് ഇസ് 8:2, ദാറ്റ് ഇസ് 4:1 ആണ് റേഷ്യോ. ഹോൾഡിംഗ് കമ്പനിക്ക് 4/5 മൈനോറിറ്റീസിന് 1/5. നമുക്ക് തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും ഒരുമിച്ച് ചെയ്യാം. ആദ്യം തന്നെ സബ്സിഡിയറി കമ്പനിയുടെ റിസർവ്സ് ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ ഈ അപ്പോർഷൻമെന്റിന്. ആദ്യം ജനറൽ റിസർവ് ആണ്, ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു 50,000. ദെൻ ക്യാപിറ്റൽ റിസർവ് ഒരു 5,50,000 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ബോണസ് കൊടുക്കണം. ബോണസ് കൊടുക്കാൻ 5 lakh rupees ആണ് വേണ്ടത്. എങ്ങനെയാണ് 5 lakh rupees കിട്ടിയത്? മൊത്തം സബ്സിഡിയറി കമ്പനിക്ക് 10 lakh rupeesന്റെ ക്യാപിറ്റൽ ആണുള്ളത്. ഓരോ 2 ഷെയറിന് 1 ഷെയർ കൊടുക്കും എന്ന് പറഞ്ഞു. സോ ഡിവൈഡഡ് ബൈ 2 shares into 1 share, ദാറ്റ് ഇസ് 5 lakh rupees. ആ 5 lakh എവിടെ നിന്ന് എടുക്കണം? ക്യാപിറ്റൽ റിസർവ്. ബാക്കിയുള്ള 50,000 എന്താണ്? ക്യാപിറ്റൽ റിസർവ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ സർപ്ലസ്. സർപ്ലസിൽ 1,80,000 rupees ആണുള്ളത്. ഈ 1,80,000 rupeesൽ ഒരു 1,000 rupees സബ്സിഡിയറി കമ്പനി ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ ക്രെഡിറ്റ് ചെയ്യാൻ മറന്നുപോയി. അതായത് ശരിക്കുള്ള സർപ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,81,000 rupees ആണ്. 1,81,000. ക്വസ്റ്റ്യനിൽ പറയുന്നു 1,81,000 rupeesൽ 21,000 എന്ന് പറയുന്നത് ഇവര് വരുമ്പോൾ, അതായത് 1st April 2020 ഉണ്ടെന്ന് പറഞ്ഞു. സോ 21,000 rupees എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് ആണ്. അപ്പോ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം സർപ്ലസ് 1,81,000 ആയിരുന്നു. അതിൽ 21,000 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ ബാക്കിയുള്ള 1,60,000. ഈ 1,60,000 ഡ്യൂറിംഗ് ദ ഇയർ പ്രോഫിറ്റ് ആണ്, അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഉള്ളതാണ്. അതിൽ 6 months പ്രീ അക്വിസിഷൻ പീരീഡും 6 months പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ആണ്. സോ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നു. 80,000 rupees ക്യാപിറ്റൽ റിസർവും 80,000 rupees റവന്യൂ പ്രോഫിറ്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അസറ്റിന് റീവാലുവേഷൻ ഉണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ 50,000 rupees നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ലെസ് ചെയ്യണം. ഈ 50,000 rupeesൽ ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് അത് ആഡ് ബാക്ക് ആണ് ചെയ്യേണ്ടത്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് റവന്യൂ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ ഡിപ്രിസിയേഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ ക്യാപിറ്റൽ റിസർവ് ആൻഡ് ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും 4:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റൽ റിസർവിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ സ്റ്റെപ്പ് നമ്പർ 6 എടുക്കണം, കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷൻ. ദെൻ റവന്യൂ പ്രോഫിറ്റിൽ ഹോൾഡിംഗിന്റെ പോർഷൻ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 8 എടുക്കും. ദെൻ മൈനോറിറ്റീസിന്റെ ഷെയർ സ്റ്റെപ്പ് നമ്പർ 5 കൺസിഡർ ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 5 നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 എഴുതി വെച്ചിട്ടുണ്ട് 2 lakh rupees. ഈ 2 lakh rupeesൽ ബോണസ് ഷെയർ കിട്ടും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 2 lakh ഓരോ 2 ഷെയറിനും 1 ഷെയർ ആണ്. സോ 2 lakh ഡിവൈഡഡ് ബൈ 2 into 1 ഷെയർ, ദാറ്റ് ഇസ് 1 lakh rupees ബോണസ് മൈനോറിറ്റീസിന് അവകാശപ്പെട്ടതാണ്. ദെൻ സ്റ്റെപ്പ് നമ്പർ 4 ക്യാപിറ്റൽ റിസർവും റവന്യൂ പ്രോഫിറ്റും മൈനോറിറ്റീസിന്റെ ഷെയർ എടുക്കുന്നു. സോ ടോട്ടൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇസ് 3,46,200. സ്റ്റെപ്പ് നമ്പർ 6 കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എമൗണ്ട് ഇൻവെസ്റ്റഡ്. സോ 8 lakh rupees അക്വയർ ചെയ്യാൻ, 8 lakh rupeesന്റെ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടി ഹോൾഡിംഗ് കമ്പനി കൊടുത്തത് 17 lakh ആണ്. ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 17 lakh ആണ്. സോ 17 lakh. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഒന്നും റിസീവ് ചെയ്തിട്ടില്ല. സോ നിൽ. അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 17 lakh. ദെൻ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ഇപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അക്വയർ ചെയ്ത 8 lakh rupeesന്റെ ക്യാപിറ്റൽ ഉണ്ട്. കൂടാതെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ കൂടി വരും. 8 lakh rupeesന് ഓരോ 2 ഷെയറിന് 1 ഷെയർ കിട്ടും. ഓക്കെ, സോ 8 lakh ഡിവൈഡഡ് ബൈ 2 into 1, 4 lakh rupees ബോണസ് ഷെയർ ക്യാപിറ്റൽ ആണ്. സോ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഇസ് 12 lakh. Then pre-acquisition profit from step number 4
1,20,800 ആണ്. സോ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 13,20,000. സോ ഗുഡ്വിൽ ഈസ് 3,79,200. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് the treatment of issue of bonus shares by the subsidiary company while preparing the consolidated balance sheet, and that bonus shares are issued out of the pre-acquisition profit. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? There is no effect in the consolidated balance sheet, അല്ലെങ്കിൽ the cost of control remains the same as it was before the issue of bonus shares എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് നോക്കണ്ടേ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ഇതേ ഗുഡ്വിൽ തന്നെ കിട്ടുമോ? ഒരു ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് തെളിയിക്കണ്ടേ നമുക്ക്? സോ സപ്പോസ് ബോണസ് ഷെയർസ് ആർ നോട്ട് ഇഷ്യൂഡ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഈ പറയുന്ന 3,79,200 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4 ഒന്നുകൂടെ ചെയ്യണം. ജനറൽ റിസർവ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50,000 ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് 5,50,000 ആണുള്ളത്. ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. സോ 5 lakh rupees വേണ്ട. സോ ഫുൾ ക്യാപിറ്റൽ റിസർവ് നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. സർപ്ലസ് അതേപോലെ 1,80,000 പ്ലസ് 1,000 ഇസ് 1,81,000. അതിൽ 21,000 ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ 1,81,000 നിന്ന് 21,000 ഓപ്പണിംഗ് ബാലൻസ് ലെസ് ചെയ്താൽ ബാക്കി 1,60,000. അതിന് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 monthsന്റെ പ്രീ അക്വിസിഷൻ, 6 months പോസ്റ്റ് അക്വിസിഷൻ, റീവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് 50,000 റെഡ്യൂസ് ചെയ്യുന്നു, ടോട്ടൽ കണ്ടുപിടിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു ഹോൾഡിങ്ങിനും മൈനോറിറ്റീസിനും. ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. ക്യാപിറ്റൽ റിസർവ് 5,50,000 ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോളിംഗ് ഉണ്ടാവും. എമൗണ്ട് ഇൻവെസ്റ്റഡ് 17 lakh തന്നെയാണ്. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കോളൂ. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഷെയർ ക്യാപിറ്റൽ, ബോണസ് ഷെയർ ഇല്ലല്ലോ. സോ ഷെയർ ക്യാപിറ്റൽ 8 lakh rupees ആണ്. പക്ഷെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കൂ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ റിസർവ് പ്രൊവിഷൻ എത്രയുണ്ട്? 5,20,800. സ്റ്റെപ്പ് നമ്പർ 6 നമുക്ക് കൊടുക്കാൻ പറഞ്ഞു. സോ 5,20,800. സോ ടോട്ടൽ വാല്യൂ 13,20,800. അഗെയിൻ ഗുഡ്വിൽ ഇസ് 3,79,200. സെയിം. ബോണസ് ഷെയർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും it will have no effect while preparing the consolidated balance sheet. It will not affect the cost of control എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 7ലേക്ക് പോകും. ഒന്നുകൂടി പറയാണ്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, it will have no effect on consolidated balance sheet because the cost of control goodwill will remain the same as it was before the issue of bonus shares. Then step number 7. Step number 7ൽ bills payable mutual owing ഉണ്ട്. ബിൽസ് പേയബിൾ എയുടെയും ബിയുടെയും ടോട്ടൽ 17,000 ആണ്. ഇവർ തമ്മിൽ ഒരു 5,000 rupeesന് ട്രാൻസാക്ഷൻ ഉണ്ട്. അത് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 12,000 സ്റ്റെപ്പ് നമ്പർ 9ൽ കാണിക്കണം. ഇനി ബിൽസ് പേയബിൾ ചെയ്താൽ ബിൽസ് റിസീവബിളും ഉണ്ടല്ലേ. സോ എ ആൻഡ് ബി ആഡ് ചെയ്യുന്നു. 12,000 rupees. മ്യൂച്വൽ ഓവിങ് 5,000 റെഡ്യൂസ് ചെയ്യുക. സോ ബാക്കി 7,000 rupees സ്റ്റെപ്പ് നമ്പർ 9ൽ കാണിച്ചാൽ മതി. ദെൻ ലോണിലുണ്ട് കേട്ടോ, ലോണിന്റെ കാര്യം കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം. ദെൻ സ്റ്റെപ്പ് നമ്പർ 8 റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവിൽ ജനറൽ റിസർവ് 3 lakh rupees ഉണ്ട്. ഹോൾഡിങ്ങിന് സർപ്ലസ് ഉണ്ട് 3,82,000. ഹോൾഡിങ്ങിൽ സബ്സിഡിയറി കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയർ 64,000. സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 7,46,000. സ്റ്റെപ്പ് നമ്പർ 9ൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതാം. So step number 9, consolidated balance sheet of A Limited and its subsidiary B Limited as on 31st March 2021. Share capital holding ന്റെ മാത്രം 30 lakh ഉണ്ട്. Reserves and surplus നമ്മൾ സ്റ്റെപ്പ് നമ്പർ 8ൽ ചെയ്തു വെച്ചിട്ടുണ്ട്. That is 7,46,000. Non controlling interest സ്റ്റെപ്പ് നമ്പർ 5ൽ 3,46,200. Then current liabilitiesൽ സ്റ്റെപ്പ് നമ്പർ 7ൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബിൽസ് പേയബിൾ 12,000 ആണെന്ന്. ക്രെഡിറ്റേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക 2,49,000. ദെൻ ഫിക്സ്ഡ് അസറ്റ് ടാൻജിബിൾ അസറ്റ്സിൽ 28,97,000. അതിൽ ടാൻജിബിൾ അസറ്റിൽ ശ്രദ്ധിക്കണം. ഫിക്സ്ഡ് അസറ്റ്സ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 50,000 rupeesന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കാണിച്ചിട്ടുണ്ട്. അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അത് നോക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് ടാൻജിബിൾ അസറ്റ് ഇസ്
28,97,000. അതായത് എയുടെയും ബിയുടെയും കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ബിയുടെ ആഡ് ചെയ്യുമ്പോൾ 50,000 കുറച്ചതിന് ശേഷമുള്ളതാണ് ബിയുടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, കാരണം സ്റ്റെപ്പ് നമ്പർ 6 കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ ഗുഡ്വിൽ ആണ് 3,79,200. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെന്ററീസ് ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്, രണ്ടുപേരുടെയും കൂടെ ആഡ് ചെയ്യാം ഇൻവെന്ററീസ്. ദെൻ എന്താണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് ഈ പറയുന്ന ഇൻവെന്ററീസ് എന്ന് പറയുന്നത് 6 lakh. ദെൻ ട്രേഡ് റിസീവബിൾസ് ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ ആഡ് ചെയ്യുക. ബിൽസ് റിസീവബിൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് നമ്പർ 7 ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ എത്ര എമൗണ്ട് ആണെന്ന്, അതാണ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അതായത് 12,000 നിന്ന് 5,000 കുറച്ചിട്ട് ബാക്കിയുള്ളതാണ്. സോ 4,37,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ലൈൻ ബൈ ലൈൻ അഡീഷൻ എക്കും ബിക്കും 40,000 rupees ആഡ് ചെയ്യുമ്പോൾ ഉണ്ട്. Then total 10,77,000. So total asset is 43,53,200. Contingent liability എക്കുണ്ട്, അത് അങ്ങനെ തന്നെ കാണിക്കണം 6,000. So this is the problem. This is the treatment of issue of bonus shares by the subsidiary company, and that bonus shares are issued from the pre-acquisition profit of the subsidiary company. So we have learned that if the bonus shares are issued by the subsidiary company out of the pre-acquisition profits, then there will be no effect in the consolidated balance sheet, because the cost of control remains the same as it was before the issue of bonus shares. Thank you.